ജീവിതം ഒരു പളങ്ക് പാത്രം പോലെയാണ്. അബദ്ധവശാൽ ആ പളങ്ക് പാത്രം നമ്മുടെ കയ്യിൽ നിന്നും വീണു ഉടഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് അതേപോലെ ആക്കിയെടുക്കുക, അതേ സ്വരൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരിക, അതിൻ്റെ ഭംഗിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരിക, അതിൻ്റെ ഫലത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരിക വളരെ പ്രയാസകരമാണ്. അഥവാ അത് അസാധ്യമെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും. ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്നും അത് വിട്ടുപോയാൽ പിന്നീട് കൂട്ടിച്ചേർക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നമ്മുടെ ജോലിപരമായിരിക്കുന്ന കാര്യത്തിലായിരിക്കാം, പലതിലും നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ തോൽവിക്ക് ഒരു കാരണം നമ്മുടെ തന്നെ സ്വഭാവമാണ്. നമ്മൾ പറയാറുണ്ട്, പലരും അതിനു വേണ്ടി അതിൻ്റെ പുറകെ ഓടാറുണ്ട്, എങ്ങനെ ദേഷ്യത്തെ നിയന്ത്രിക്കാം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം, അഥവാ എങ്ങനെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. കാരണം അതിൽ സ്വയം ബോധ്യപ്പെടുന്നൊരു സത്യമാണ്, ദേഷ്യമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളൊരു ഒരു റിയലൈസേഷൻ മനസ്സിലുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനോ അഥവാ ആ ദേഷ്യത്തെ ഇല്ലാതാക്കാനോ നമുക്ക് പറ്റാറില്ല. അതിനുവേണ്ടി പല കാര്യത്തിലും അഥവാ പല വഴികളും നമ്മൾ അന്വേഷിച്ചു പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല, സത്യത്തിൽ ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ ഒരു നിയമമുണ്ട്, ഏതൊരു പ്രശ്നത്തിനും അതിൻ്റേതായിരിക്കുന്ന പരിഹാരമുണ്ട്. എപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്നത്, അപ്പോഴേ നമുക്കതിനെ പരിഹരിക്കാനും പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം സ്വാഭാവികമായും നമ്മുടെ മനസ്സിനകത്ത് ഉറച്ചു നിൽക്കുന്നൊരു വിശ്വാസമുണ്ട്, ദേഷ്യം എന്നുള്ളത് മനുഷ്യൻ്റെ സഹജ ഗുണം എന്നുള്ള രീതിയിലാണ് അത് കാണാറുള്ളത്. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ, നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ രക്ഷിതാക്കൾ എപ്പോഴും അവരുടെ ശബ്ദത്തെ ഉയർത്തിയിട്ടാണ് സംസാരിക്കാറ്, അഥവാ ദേഷ്യപ്പെട്ടിട്ടാണ് അവർ സംസാരിക്കാറ്, അഥവാ ശാസിച്ചാണ് നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ മുതൽക്ക് തന്നെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമാണ്, ദേഷ്യം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തെയും നടത്തിക്കാൻ പറ്റൂ, പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഉള്ളിൽ ഒരു നാച്ചുറൽ ഗുണമായിട്ട് മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ ദേഷ്യപ്പെടാത്ത വ്യക്തികൾ, പ്രതികരിക്കാത്ത വ്യക്തികളെ കാണുമ്പോൾ പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്, അയാൾ നോർമൽ അല്ലാന്ന് തോന്നുന്നു. കാരണം നോർമലി എന്ന് പറയുന്നത് വ്യക്തികൾ ദേഷ്യപ്പെടണം അല്ലെങ്കിൽ അത് പ്രതികരിക്കണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് നമ്മളുടെ ജീവിതം വന്നിരിക്കുന്നത്, അഥവാ ആ ഒരു വിശ്വാസം നമ്മളുടെ ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച പല കാര്യങ്ങളുടെ ആധാരത്തിലാണ് ഇന്ന് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും ജീവിച്ചു പോകുന്നത്. അപ്പം ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളിലേക്കൊന്ന് മടങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സത്യത്തിൽ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. ഏതുപോലെ ഇന്ന് നമ്മളുടെ കയ്യിലുള്ള വില കൂടിയ മൊബൈൽസ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിലൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, മുൻകൂട്ടി അതിൽ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കാൻ, അത് പ്രകാരമാണല്ലോ നമ്മളതിനെ ആ ഒരു മൊബൈലിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നതുപോലെ നമ്മുടെ അകത്തും എന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ. അത് ഓരോരുത്തരും അവരവരുടെ ജീവിത അനുഭവങ്ങളുടെ ആധാരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഞാൻ മുൻകൂട്ടി ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാര്യം, അത് നടക്കാതാകുമ്പോഴെന്താകും, അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ്, പുറത്തേക്ക് പ്രകടമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ മനസ്സിൽ നമ്മളൊരു സങ്കല്പം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടാകും, എൻ്റെ കാര്യം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പൂർത്തീകരിക്കപ്പെടണം. അത് ചിലപ്പോൾ നടക്കാതെ പോകും.
നമ്മൾ വിചാരിച്ച സമയത്ത് അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അത് നടക്കാതാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തീപ്പൊരി പോലെ ഒരു ദേഷ്യത്തിൻ്റെ പ്രകടനം പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഇന്നത് അവർ ചെയ്തിരിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഓഫീസിലാകാം, ചിലപ്പോൾ ബോസിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരിക്കുമ്പോൾ നമ്മളുടെ താഴെ ജോലി ചെയ്യുന്നവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഇന്ന ഡ്യൂട്ടി ഇന്ന സമയത്ത് ചെയ്യണം, അഥവാ ഇന്ന കാര്യം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിക്കണം. അതുപോലെ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അച്ഛൻ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ടാകും, ഭർത്താവ് ഭാര്യയെ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ടാകും, അല്ലേ? ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു വയ്ക്കും, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മക്കളോടും ചില കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാകാം, ഇന്ന സമയത്ത് ഇന്ന കാര്യം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ആയാ സമയത്ത് ആയാ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, അതോ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് അത് ആ സമയത്ത് നമ്മുടെ മുന്നിൽ ചെയ്ത് തീർക്കാൻ പറ്റാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് ദേഷ്യം. കാരണം ഞാൻ മുന്നേ നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ച കാര്യം എന്താണ്? ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ, ഞാൻ പറയുന്ന സമയത്ത് ചെയ്ത് തീർത്തില്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ ദേഷ്യം വരണം, ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കണം. അത്തരത്തിലുള്ള ഒരു സങ്കല്പം, അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ഉറപ്പിച്ച് വെച്ചതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ദേഷ്യം പ്രകടമാകുന്നത്. ദേഷ്യം എന്ന് പറയുമ്പോൾ പല വിധത്തിലും ഉണ്ട്. ചിലർ അതിനെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച്, ആ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച് കേവലം കണ്ണുകൾ കൊണ്ട് മാത്രം കൺവേ ചെയ്യുന്നതുണ്ട്. ചിലർ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇറിറ്റേറ്റഡ് ആകുന്നു, മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ചിലവർ അവരുടെ ഉള്ളിൽ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ തന്നെ അത് പുറത്തേക്ക് ശബ്ദങ്ങളുടെ, പല വിധത്തിലുള്ള അപശബ്ദങ്ങളുടെ മഴയായി പുറത്തേക്ക് പെയ്യാറുമുണ്ട്. ചിലപ്പോൾ അത് ആക്ഷനിലേക്കും വരും. അപ്പം ആക്ഷനിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ അതെടുത്ത് എറിയുന്നൊരവസ്ഥ. ഇത്തരത്തിൽ പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ നമ്മുടെ അകത്തുള്ള ഈ ബോംബ്, അഥവാ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രകടമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ജസ്റ്റ് റിയലൈസ് ചെയ്യുക, ദേഷ്യം വരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? അവരത് ഞാൻ പറഞ്ഞിട്ടും അനുസരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. അവർ ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല, ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്യാൻ ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ ആവേശത്തിൽ വരുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, അത് ഓഫീസിൽ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ പലരും പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, താനൊന്നും മിണ്ടാതിരിക്കുക, ശാന്തമായിരിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ദേഷ്യം പ്രകടനം കൂടുകയാണ് ചെയ്യുക. കാരണം അവർ പറയുന്നതിനെ നമുക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു മനോസ്ഥിതിയില്ല. കാരണം നമ്മൾ മുൻകൂട്ടി തന്നെ മനസ്സിൽ ഉറപ്പിച്ച സംഭവമാണ്, നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പ്രതികരിക്കുക, അതാണ് നോർമൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ദേഷ്യപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ആന്തരിക ഫീലിംഗ് എന്താണ്? നമ്മുടെ ഉള്ളിൽ സന്തോഷം നമുക്ക് തോന്നാറുണ്ടോ? നമുക്കൊരു ശക്തി തോന്നാറുണ്ടോ? അഥവാ എന്താണ് നമ്മളുടെ ഉള്ളിലെ ഫീലിംഗ് എന്ന് നമ്മൾ ചിന്തിക്കാം. എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. നമുക്കത്ര സുഖകരമല്ലാത്തൊരു അനുഭവത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. നമ്മളുടെ മനസ്സാകപ്പാടെ ശക്തിഹീനമാവുകയും തളർന്നു പോവുകയും നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടുകയും നമ്മുടെ ഉള്ളിലെ സ്ട്രെങ്ത്ത് നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീലാവുകയും ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത്? അപ്പോൾ ശരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ആ കാര്യം നടന്നില്ല, അവർ പറഞ്ഞതനുസരിച്ചില്ല, ദേഷ്യം വന്നു, ശരി തന്നെ. പക്ഷേ ഇതിൽ ലോസ് ആർക്കാണ്? അവർക്കാണോ ലോസ് ഉണ്ടാകുന്നത്? ആ കാര്യത്തെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്നിലുള്ളിൽ ഉടലെടുത്ത ആ ഒരു ആവേശം, ആ ഒരു നെഗറ്റീവ് ഇമോഷൻ എനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആരും ഒരിക്കലും ജീവിതത്തിൽ തോൽക്കണമെന്നോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടം അത് ബെയർ ചെയ്യാനുള്ള ഒരു മനോസ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ ആ ഒരു എരിച്ചിൽ അഥവാ ആ ഒരു നീറ്റൽ, ആ ഒരു കത്തൽ, നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിംഗ് ഉണ്ടാക്കി വെച്ചത് ഞാൻ തന്നെയാണ്.
അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, ദേഷ്യം എന്നുള്ളതൊരു നോർമൽ സ്വഭാവമല്ല, ഒരു നോർമൽ ഇമോഷനല്ല, അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനും അതൊരു കാരണമായി മാറുകയാണ്. നമ്മുടെ ഉയർച്ചയ്ക്ക് അതൊരു വലിയൊരു തടസ്സമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാന്തിയും ഇല്ലാതാക്കുന്നതും ഈ ഒരു ദേഷ്യം ആണ് എങ്കിൽ എന്തുകൊണ്ട് ജസ്റ്റ് നമ്മളതിനെ മാനേജ് ചെയ്യാനല്ല, അഥവാ അതിനെ നിയന്ത്രിക്കാനല്ല, അതിനെ സപ്രസ് ചെയ്ത് വെക്കാനല്ല നമ്മളിപ്പോൾ പഠിക്കേണ്ടത്, നമ്മൾ ശ്രമിക്കേണ്ടത്. അത് തികച്ചും നമ്മുടെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ മനസ്സാകുന്ന സോഫ്റ്റ്വെയറിൽ ഏതാണോ പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കി വെച്ചത് അതിനെ ഒന്നും കൂടി റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിനെ നമ്മുടെ മനസ്സിൽ നിന്നും മുഴുവനായും തുടച്ചു മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓഫീസിലേക്ക് ഞാൻ ബൈക്കിലാണ് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാറുണ്ട്, സ്വന്തം കാറിലാണ് പോകുന്നു എന്ന് വിചാരിച്ചു. ഓൺ ദ വേ ആ ഒരു കാറിന് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ, അത് പെട്ടെന്ന് സ്റ്റക്കായി നിന്നു പോയാൽ ഉടനെ നമ്മൾ എന്താണ് ചിന്തിക്കുക? വണ്ടി മേടിച്ച് എവിടെ നിന്നാണോ കാറ് മേടിച്ച് ആ ഷോറൂംകാരെയാണോ ഞാൻ വഴക്ക് പറയാം? അല്ലെങ്കിൽ ഈ വണ്ടി ഏത് കമ്പനിയുടേതാണ് ആ കമ്പനിക്കാരെയാണോ ഞാൻ വഴക്ക് പറയാം? ഏതിനോടാണ് ഞാൻ ദേഷ്യപ്പെടേണ്ടത്? അഥവാ ദേഷ്യപ്പെടുന്നതിലൂടെ എനിക്കെന്തെങ്കിലും കാര്യമുണ്ടാകുന്നുണ്ടോ? എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ആ സമയത്ത് അതിൻ്റെ പരിഹാരത്തെ നമ്മൾ ചിന്തിക്കും. ഒന്നില്ലെങ്കിൽ കാർ അവിടെ ഒതുക്കി വെച്ച് ഞാൻ ബസ് കയറിപ്പോവും, ഓട്ടോ പിടിച്ചു പോകാം. അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പുകാരെ വിളിച്ച് ആ വണ്ടിയെ കൊണ്ടുപോയി അതിനെ ശരിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമമല്ലേ നടത്തുക. ഇപ്പോൾ വീട്ടിലാണെങ്കിലും അമ്മമാരാണെങ്കിൽ നമ്മൾ പലപ്പോഴും മിക്സി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ മിക്സിക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ, ജാറിന് എന്തെങ്കിലും സംഭവിച്ചു, മോട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ നമ്മൾ ആരോടാണ് ദേഷ്യപ്പെടേണ്ടത്? മിക്സിയോടോ അല്ലെങ്കിൽ ആ കമ്പനിയോടോ അല്ലെങ്കിൽ ഏത് കടയിൽ നിന്ന് മേടിച്ചോ അതിനോടാണോ ദേഷ്യപ്പെടേണ്ടത്? അല്ല. ഉടനെ നമ്മുടെ ചിന്ത പോകേണ്ടത് എവിടത്തേക്കാണ്? ദേഷ്യപ്പെടാൻ ഉപയോഗിക്കുന്ന ആ എനർജി മൊത്തം നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള പരിഹാരത്തെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സമയം ലാഭിക്കാം, നമ്മുടെ സ്ട്രെങ്ത് ലാഭിക്കാം, അല്ലേ? അപ്പോൾ അത് നമുക്ക് ശരിയാക്കി കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ലോസ് എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ ആ അറിവിലൂടെ നമുക്ക് ആ ഒരു ദേഷ്യത്തെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഏതൊരു വ്യക്തിയാണോ ഈ അറിവ് തൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കലും ആ വ്യക്തിയിൽ എടുത്തു ചാട്ടമോ അതോ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമോ പെട്ടെന്നുള്ള ദേഷ്യത്താൽ അപശബ്ദങ്ങളുടെ പ്രയോഗമോ അല്ലെങ്കിൽ കയ്യിലെടുത്ത് എന്ത് കിട്ടുന്നു അതെടുത്ത് എറിയുന്നു, ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അവർ മനസ്സുകൊണ്ട് സദാ കൂലായിരിക്കും, സദാ ശാന്തമായിരിക്കും. അവർ സമചിത്തതയോടുകൂടി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ പറയാറില്ലേ, കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ മീൻ പിടിക്കാൻ ചെയ്യരുത്, തെളിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തും കാണാം. അതുപോലെ തന്നെ അശാന്തമായി കിടക്കുന്ന മനസ്സ്, ദേഷ്യപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ പറ്റുകയില്ല. തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റും, അതിലൂടെ ബന്ധങ്ങൾ ചിലപ്പോൾ അറ്റുപോകും, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഇല്ലാതാകും. നമ്മളെപ്പോഴും പൊട്ടിത്തെറിച്ച് ഓരോന്നിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച്, കാരണം നമ്മളുടെ വ്യൂ ഓഫ് ആംഗിളിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ അത് തെറ്റായിരിക്കാം. നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ, അഥവാ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാതാകുന്ന ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ അവരുടെ വ്യൂ ഓഫ് ആംഗിളിൽ അവർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് കാണാൻ ഉള്ള ഒരു ക്ഷമത നമ്മളുടെ ഉള്ളിലെടുക്കണം. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്കും ആ ഒരു ദേഷ്യത്തെ അഥവാ ക്രോധത്തെ അഥവാ ആങ്കറിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പറ്റും.